ഹായ്, ആതിര. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് സെറ്റ്, ദെൻ ഹൈപ്പർ പ്ലെയിന്, ഹാഫ് സ്പേസ് എന്നീ ഡെഫിനിഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസും തിയറംസും. ഓക്കെ, ഫസ്റ്റ് വൺ, കോൺവെക്സ് സെറ്റ്. എ സെറ്റ് എസ് ഇൻ R raised to n, the Euclidean space, is said to be convex if for every xy in S, lambda belongs to closed interval 0, 1, lambda x plus 1 minus lambda y belongs to S. That is, if the segment joining the points xy in S lies entirely in S, then S is said to be convex. അതായത് നമ്മൾ ഒരു സെറ്റ് എസ് കോൺവെക്സ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിലെ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് ജോയിൻ ചെയ്യുന്ന ലൈന്, അതായത് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. ലാംഡ എന്ന് പറയുന്നത് 0 to 1 മുതലുള്ള വാല്യൂസ് എടുക്കുന്ന ഒരു വേരിയബിളാണ്, കോൺസ്റ്റൻ്റ് ആണ്. ഏതെങ്കിലും ഒരു വാല്യൂ 0 ഏതെങ്കിലും ഒരു വാല്യൂ ലാംഡ എടുക്കും. ഗ്രാഫിക്കലായിട്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമുക്ക് പോർഷൻ ഉണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ, ഡാർക്കൻ ചെയ്തിട്ടുള്ള ഫുള്ളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രണ്ട് പോയിന്റ്സ് സെലക്ട് ചെയ്യാണ്. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ലൈന് ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സെറ്റിനെ നമുക്ക് കോൺവെക്സ് ആണ് പറയാം. അങ്ങനെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് ജോയിൻ ചെയ്യുന്ന ലൈന് ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് ആണ് എന്ന് പറയാം. സപ്പോസ് നമ്മുടെ സെറ്റ് ഇങ്ങനൊരു ഷേപ്പിലുള്ള സെറ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പോയിന്റ് എടുക്കുന്നത് ആ സെറ്റിൻ്റെ ഉള്ളിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം ലൈന്. സപ്പോസ് ഇവിടെ രണ്ട് പോയിന്റ് എടുത്തപ്പോൾ ആ ലൈൻ സെഗ്മെൻറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇവിടെയും ഇവിടെയാണ് നമ്മൾ പോയിന്റ് എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്ന ലൈന് ആ സെറ്റിന് പുറത്ത് പോയി. അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് കോൺവെക്സ് അല്ല. ഓക്കെ, ഇവിടെയും ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള പോർഷനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് പോർഷനും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ദെൻ നമ്മളിപ്പോൾ രണ്ട് പോയിന്റ് എടുക്കുമ്പോൾ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ് സർക്കിള് ഒരു കോൺവെക്സ് സെറ്റാണോ? എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ്സ് ആർ സ്ക്വയറിലുള്ള ഒരു സെറ്റാണ് സർക്കിള് സെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ such that x square plus y square equal to 1 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണെന്ന് വിചാരിക്കും. അതൊരു കോൺവെക്സ് സെറ്റ് ആവുമോ? പക്ഷേ സർക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡർ മാത്രമേ വരുള്ളൂ അല്ലേ? ആ സർക്കിളിന് ബോർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ഒന്നും ആ സർക്കിളിലില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും രണ്ട്, ഈ സെറ്റിൽ വരുന്ന രണ്ട് പോയിൻ്റാണ്, ഈ ബോർഡറിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ് അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന് ഉള്ളിലാണ് കിടക്കുക അല്ലേ? അപ്പോൾ ആ ഉള്ളിലുള്ള പോയിന്റ്സ് ഒന്നും നമുക്ക് നമ്മുടെ സർക്കിളിലില്ല. അപ്പോൾ സർക്കിൾ ഒരു കോൺവെക്സ് സെറ്റ് അല്ല. പക്ഷെ നമ്മളൊരു സർക്കുലാർ ഡിസ്ക് എടുക്കുകയാണ്, അതായത് സെൻട്രൽ ഹോൾ ഇല്ലാത്ത ഒരു സർക്കുലാർ ഡിസ്ക്, നമ്മൾ ഡിസ്കസ് ത്രോനൊക്കെ യൂസ് ചെയ്യുന്ന ഡിസ്ക് ഇല്ലേ, അതുപോലത്തെ ഡിസ്ക്. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പോർഷൻ ഉണ്ട്. അപ്പോൾ അതൊരു കോൺവെക്സ് സെറ്റ് ആവും. ഓക്കെ, ഈ കോൺവെക്സ് സെറ്റിന് എക്സാമ്പിൾ പറയുകയാണ് എം ടി സെറ്റ്. എന്തുകൊണ്ടാണ് കോൺവെക്സ് സെറ്റ് ആവണേ? അതിലൊരു എലമെൻസും ഇല്ല. എലമെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് എലമെൻസ് തമ്മിൽ വരയ്ക്കുന്ന ലൈൻ അതിലുണ്ടാവണം എന്ന് നിർബന്ധം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എലമെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഓൾറെഡി കോൺവെക്സ് ആണ്. ദെൻ സിംഗിൾട്ടൺ സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. രണ്ട് എലമെൻറ്റ് ഉണ്ടെങ്കിലല്ലേ രണ്ടും തമ്മിൽ ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കോൺവെക്സ് ആണ്. ദെൻ അടുത്തത് മൂന്നാമത്തത് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 3. ഇത് ഒരു കോൺവെക്സ് സെറ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം? ആദ്യം ഇതിലുള്ള രണ്ട് പോയിന്റ് എടുക്കണം.
അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. x1 y1 x2 y2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് എടുത്തു എസ്സിലുള്ളത്. അങ്ങനെയാണെന്ന് ഈ രണ്ട് പോയിന്റ്സ് എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും? x1 പ്ലസ് 2y ഈക്വൽ ടു 3 2y1 ഈക്വൽ ടു 3 ആയിരിക്കും. x2 പ്ലസ് 2y2 ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, അത് ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് ആ രണ്ട് ഇക്വേഷനും ഫോളോ ചെയ്യും. ഇനി നമുക്ക് ആ ലീനിയർ കോമ്പിനേഷൻ, അതായത് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ എന്നുള്ളത് ഈ രണ്ട് പോയിന്റുകളും കൂടി കമ്പൈൻ ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എക്സ് വൈ എന്നുള്ള രണ്ട് പോയിന്റിന് പകരം ഇവിടെ വരിക രണ്ട് ഓർഡേർഡ് പെയറുകളാണ്. x1 y1 x2 y2 ആണ് നമ്മളെ രണ്ട് പോയിന്റുകൾ. അപ്പോൾ ഇവിടെ നോക്കാം, ലാംഡ x1 y1 പ്ലസ് 1 മൈനസ് ലാംഡ x2 y2 നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ലാംഡ x1 ലാംഡ y1 എന്നെടുക്കാമല്ലോ. ലാംഡ x1 ലാംഡ y1 പ്ലസ് 1 മൈനസ് ലാംഡ x2 1 മൈനസ് ലാംഡ y2 എന്ന് എഴുതാമല്ലോ. ഈ 1 മൈനസ് ലാംഡേനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താണത്. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2. എക്സിൻ്റെ ടേംസിനെ ഒരുമിച്ചാക്കി വൈയുടെ ടേംസിനെ ഒരുമിച്ചാക്കി. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ലാംഡ y1 പ്ലസ് 1 മൈനസ് ലാംഡ y2 എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി ആ ലീനിയർ കോമ്പിനേഷനിൽ. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻ, ഈ പോയിന്റ് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് 2y is equal to 3 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ പോയിന്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 പ്ലസ് 2 ടൈംസ് വൈയുടെ സ്ഥാനത്ത് ലാംഡ y1 പ്ലസ് 1 മൈനസ് ലാംഡ y2 എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 പ്ലസ് 2 ലാംഡ y1 പ്ലസ് 2 1 മൈനസ് ലാംഡ y2 എന്ന് കിട്ടും. ഇനി x1 y1 ഒരിടത്തേക്ക് കൊണ്ടുപോവുക, x2 y2 ഉള്ളത് ഒരിടത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ലാംഡ x1 പ്ലസ് 2 ലാംഡ y1, അതായത് ലാംഡ ഉള്ള ടേംസ് ഒക്കെ ഒരുമിച്ചും 1 മൈനസ് ലാംഡ ഉള്ള ടേംസ് ഒരുമിച്ച് വെക്കുക. കൂടല്ലോ. അപ്പോൾ ലാംഡ x1 പ്ലസ് 2 ലാംഡ y1 പ്ലസ് 1 മൈനസ് ലാംഡ x2 പ്ലസ് 1 മൈനസ് 2 ടൈംസ് 1 മൈനസ് ലാംഡ y2. ദെൻ ലാംഡ നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് 2 y1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x2 പ്ലസ് 2 y2. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു x1 പ്ലസ് 2 y1 എന്ന് പറയുന്നത് 3 ആണ്. x1 y1 അതിലെ പോയിന്റ് എസ്സിലെ പോയിന്റാണ്. x2 y2 എസ്സിലെ പോയിന്റ് ആയതുകൊണ്ട് x2 പ്ലസ് 2 y2 3 ആണ്. അപ്പോൾ ലാംഡ ഇൻറ്റു 3 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു 3 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ്, അതായത് ലാംഡ x1 y1 പ്ലസ് 1 മൈനസ് ലാംഡ x2 y2 ബിലോങ്സ് ടു എസ് എന്ന് കിട്ടി. അതായത് എസ് ഒരു കോൺവെക്സ് സെറ്റ് ആണ്. ഓക്കെ, ദെൻ അതുപോലത്തെ കുറച്ച് കോൺവെക്സ് സെറ്റുകൾ തന്നിട്ടുണ്ട്. അത് കോൺവെക്സ്, അതായത് സെറ്റുകൾ തന്നിട്ടുണ്ട്, അത് കോൺവെക്സ് ആണെന്ന് നോക്കണം. ഷോ ദാറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ കോൺവെക്സ്. അപ്പോൾ കുറേ സെറ്റുകൾ തന്നിട്ടുണ്ട്, അത് കോൺവെക്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്ക്, ഫസ്റ്റത്തെ സെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ സർക്കുലർ ഡിസ്ക് ആണ് വരിക, അല്ലേ? ഈക്വൽ ടു 1 പറഞ്ഞാൽ ഒരു സർക്കിളാണ് വരിക. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പറഞ്ഞാൽ 1ന് താഴെയുള്ള എല്ലാ ആറും വരുന്ന, എല്ലാ റേഡിയസും വരുന്ന സർക്കിളുകൾ വരും. 0 വരെയുള്ള സർക്കിളുകൾ വരില്ലേ? അപ്പോൾ ഫുള്ള് ഏരിയ വരും, ഉള്ളിലുള്ള സ്പേസ് ഫുള്ള് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് നേരത്തെ എടുത്ത പോലെ തന്നെ x1 y1 ഫസ്റ്റത്തെ മാത്രം ചെയ്യാം. x1 y1 x2 y2 ബിലോങ്സ് ടു എന്തായിരുന്നു നമ്മളെ പോയിന്റ് ജി ആണ് സെറ്റ്. ഓക്കെ, ബിലോങ്സ് ടു ജി എന്നെടുക്കാം. ബിലോങ്സ് ടു ജി, സെൻട്രലിലോട്ട് വരാം. ദെൻ അങ്ങനെയാണെന്ന് വെച്ചാൽ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും.
ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ, അപ്പോൾ ലാംഡ എക്സ് 1 വൈ 1 പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് 2 വൈ 2 കൺസിഡർ ചെയ്യുക, അത് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ അവിടെ നമ്മൾ എക്സ് പ്ലസ് 2 വൈ ഈസ് ഈക്വൽ ടു ആണ് 3 ആവുമോ എന്നാണ് നോക്കുന്നത്. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോയെന്ന്. then അടുത്തത് കോൺവെക്സ് സെറ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഒരു സാധനം കോൺവെക്സ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർബിട്രറി ആയിട്ട് എലമെൻ്റ് എടുക്കണം. അതായത് എല്ലാ പോയിന്റ്സിനും അത് ട്രൂ ആണോ എന്ന് തെളിയിക്കണം. ട്രൂ ആണ് എന്ന് ഒരു സാധനം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റിലും അത് കോൺവെക്സ് ആണെന്ന് പറയണം. എല്ലാ പോയിന്റിനും അത് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സ് വൺ വൈ വൺ എക്സ് 2 വൈ 2 എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള പോയിന്റുകളാണ് എടുത്തിരുന്നത്. എക്സിനും വൈനും ഏത് വാല്യൂ എടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ കോൺവെക്സ് അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഒറ്റ പോയിന്റ് കിട്ടിയാൽ മതി. അതായത് ഏതെങ്കിലും 2 പോയിന്റ്, ഇപ്പോൾ 2 പോയിന്റ് വരുന്ന സെറ്റാണെന്ന് വെച്ചാൽ ഏതെങ്കിലും 2 പോയിന്റ് എടുത്ത് പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 0 0 1 ബിലോങ്സ് ടു സബ്സെറ്റ് ഓഫ് ആർ സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺവെക്സ് എല്ലാം തെളിയിക്കാൻ ഈ സെറ്റിലാകെ 2 പോയിന്റുകളേ ഉള്ളൂ അല്ലേ, 1 0യും 0 1. ആ 2 പോയിന്റ് തന്നെ നമുക്ക് മതി. അപ്പോൾ ആ 2 പോയിന്റ് ആ എയിലെ എലമെൻറ്റ്സ് ആണ്. 1 0 0 1 ബിലോങ്സ് ടു എ ആണ്. അങ്ങനെയാണ് വെച്ചാൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ലാംഡ എക്സ് 1 0 പ്ലസ് 1 മൈനസ് ലാംഡ 0 1. ഇതെന്താ വരിക നോക്കാം. ഇത് കിട്ടുന്നത് പറഞ്ഞുതരാം. ഇവിടെ ലാംഡ ഈക്വൽ ടു ഈ ഒരു ഇതിൽ ലാംഡ ഈക്വൽ ടു 1/2 എന്ന് എടുക്കുക. ലാംഡയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുകയാണ് 1/2. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക 1/2 ലാംഡ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 ഇൻറ്റു 1 0 പ്ലസ് 1 മൈനസ് 1/2 എന്താ കിട്ടുക 1/2 ഇൻറ്റു 0 1. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത് 1/2 1/2 എന്നുള്ള പോയിന്റാണ്. അത് ഏലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കോൺവെക്സ് അല്ല എന്ന് നമുക്ക് കിട്ടും. ശരിക്കും എഴുതാണെങ്കിൽ 1 0 ലാംഡ 1/2 വരും. 1/2 കൊടുക്കുകയാണ് നമ്മൾ. 1 മൈനസ് ലാംഡയും 1/2 വരും. 0 1 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 0 പ്ലസ് 0 1/2 എന്ന് പറയുന്നത് 1/2 1/2 ആണ്. ഇതെന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു എ. എയിലില്ല, എയിലാകെ 2 പോയിന്റേ ഉള്ളൂ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് കോൺവെക്സ് അല്ല, നോട്ട് കോൺവെക്സ്. ഓക്കെ, അതുപോലെ ബാക്കിയുള്ളതും പ്രൂവ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് കൺസിഡർ ചെയ്യാം, ലാംഡയ്ക്ക് ഒരു വാല്യൂ കൺസിഡർ ചെയ്യാം, എന്നിട്ട് ചെയ്യാം. Then അടുത്തത് hyperplane. A hyperplane in Euclidean space Rn is defined as the set of points of Rn that satisfy an equation of the form a1x1 plus a2x2 plus etc. plus anxn which is equal to b. Where a1, a2, etc. an are real constants are not all zero. Thus is H denote
a hyperplane H is equal to set x1, x2, etc. xn such that a1 x1 plus a2 x2 plus etc. plus an xn is equal to b. അതായത് ഹൈപ്പർ പ്ലെയിന് എന്ന് പറഞ്ഞാൽ Rnലുള്ള ഹൈപ്പർ പ്ലെയിന് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. റിയൽ ലൈനിൽ Rn യൂക്ലിഡിയൻ സ്പേസ് ആയിട്ടുള്ള Rnലുള്ള പോയിന്റ്സിൻ്റെ ഒരു സെറ്റാണ്. ആ പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് a1 x1 plus a2 x2 plus etc. an xn is equal to b. അതായത് a1 a2 an ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. എല്ലാം സീറോ ആവില്ല. മിനിമം ഒന്നെങ്കിലും സീറോ അല്ലാത്ത വരണം. എല്ലാം സീറോ അല്ലാത്ത കോൺസ്റ്റൻസിൻ്റെ വെച്ചിട്ടുള്ള a1 x1 plus a2 x2 plus etc. plus an xn equal to b എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ x1 x2 etc. xn വരുന്ന പോയിന്റ്സ് വരുന്ന ഒരു സെറ്റ്. ആ സെറ്റിനെയാണ് നമ്മൾ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയാം. ഓക്കെ, ഒരു സെറ്റ് ഹൈപ്പർ പ്ലെയിൻ ആവണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എച്ച് ആണ് നമ്മൾ ഹൈപ്പർ പ്ലെയിനെ ഡിനോട്ട് ചെയ്യുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് x1 x2 etc. xn such that a1 x1 plus a2 x2 plus etc. plus an xn is equal to b. അതിനെ മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതിയതാണ്. എച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് x belongs to Rn such that a x transpose is equal to b. then ഹാഫ് സ്പേസ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കളക്ഷൻ ഓഫ് പോയിന്റ്സിൻ്റെ സെറ്റാണ്, കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ. അപ്പോൾ ഇവിടെ അതിന് ആ ഇക്വേഷന് പകരം ഇനിക്വാലിറ്റി വരുന്ന കേസിൽ, അതായത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിൽ ഏതെങ്കിലും ഒരു ഇനിക്വാലിറ്റി വരുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിൻ്റെ സെറ്റാണ് ഹാഫ് സ്പേസ്. That is, a half space in R raised to n is defined as the set of points in Rn which satisfies one of the conditions. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. a1 x1 plus a2 x2 plus extra plus an xn less than b. ലെസ് ദാൻ ബി ആവാം, ഓർ അത് തന്നെ ഗ്രേറ്റർ ദാൻ ബി ആവാം, ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് പോയിന്റ്സ്, Rnലുള്ള സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ ഹാഫ് സ്പേസ് എന്ന് പറയാം. ഇവിടെയും a1 a2 എക്സെട്ര anൽ ഒക്കെ റിയൽ കോൺസ്റ്റൻ്റ് ആണ്. എല്ലാം കൂടെ സീറോ ആയി പോകരുത്, ഏതെങ്കിലുമൊക്കെ സീറോ അല്ലാതെ ഉണ്ടാവണം. ഓക്കെ, ഇതിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അതായത് സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി വരുന്ന രണ്ട് കേസിൽ നമ്മൾ ഓപ്പൺ ഹാഫ് സ്പേസ് എന്ന് പറയും. അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് വരുന്നതിനെ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് പറയും. ഓക്കെ, ദെൻ തിയറം 1. ഇനി ഈ ഹൈപ്പർ പ്ലെയിന് കോൺവെക്സ് ഒക്കെ വെച്ചിട്ടുള്ള തിയറംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് തിയറം, എവരി ഹൈപ്പർ പ്ലെയിൻ ഇൻ Rn ഈസ് കോൺവെക്സ്. Rnലുള്ള എല്ലാ ഹൈപ്പർ പ്ലെയിനും കോൺവെക്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള എല്ലാം കോൺവെക്സ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് Rn നമ്മളൊരു ഹൈപ്പർ പ്ലെയിനെ എടുക്കണം. So proof, let H is equal to set x1 x2 etc. xn such that a1 x1 plus a2 x2 plus etc. plus an xn is equal to b. അപ്പോൾ ഒരു ആർബിട്രറി ആയിട്ട് നമ്മളൊരു ഹൈപ്പർ പ്ലെയിൻ എടുത്തു. ഈസ് എ ഹൈപ്പർ പ്ലെയിൻ ഇൻ R raised to n. ദെൻ ഇതിൽ നിന്ന് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അത് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ എന്നുള്ള പറയുന്നത് അതേ സെറ്റിൽ തന്നെ എച്ചിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്താലാണ് അത് കോൺവെക്സ് ആവുക, അല്ലേ? നമ്മൾ നേരത്തെ കോൺവെക്സ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത അതേ മെത്തേഡ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പോയിന്റ് എടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xnഉം y ഇസ് ഈക്വൽ ടു y2 എക്സെട്ര yn ബിലോങ്സ് ടു h. അപ്പോൾ ആ രണ്ടും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ലെറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ജനറൽ ആയിട്ടുള്ള ലാംഡ എടുക്കും. ദെൻ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ എക്സിൻ്റെ സ്ഥാനത്ത് x1 x2 എക്സെട്ര xn പ്ലസ് 1 മൈനസ് ലാംഡ y1 y2 എക്സെട്ര yn. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, അതായത് 1 വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ചാക്കാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു നേരത്തെ നമ്മൾ രണ്ടെണ്ണത്തിന് ചെയ്ത പോലെ തന്നെയാണ് n എണ്ണുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ലാംഡ x1 plus 1 minus lambda y1 comma lambda x2 plus 1 minus lambda y2 comma etc. plus
എക്സെട്ര ലാംഡ എക്സ് എൻ പ്ലസ് 1 മൈനസ് ലാംഡ വൈ എന്ന് കിട്ടും. ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എഴുതാലോ. ദെൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ ആണ്. നമ്മൾ a1x1 പ്ലസ് a2x2 പ്ലസ് എക്സെട്ര പ്ലസ് an(xn) is equal to b ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ a1 ഇൻറ്റു ലാംഡ x1ൻ്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ y1 ആണ്. ഇവിടെ നമുക്ക് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ a1 into lambda x1 plus 1 minus lambda y1 plus a2 into lambda x2 plus 1 minus lambda y2 plus etc. plus an into lambda xn plus 1 minus lambda yn. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ലാംഡ വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ചാക്കുക, 1 മൈനസ് ലാംഡ വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ചാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ ഇൻറ്റു a1x1 പ്ലസ് a2x2 പ്ലസ് എക്സെട്ര പ്ലസ് an(xn) plus 1 minus lambda into a1 y1 plus a2 y2 plus etc. plus an yn എന്ന് കിട്ടും. which is equal to lambda b plus 1 minus lambda b എന്ന് കിട്ടും. that is equal to b. കാരണം x1 x2 etc. xn xലുണ്ട്, y1 y2 etc. yn xലുണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ടു ബി ആവും, ഇതും ഈക്വൽ ടു ബി ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ ബി കിട്ടി. അതായത് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ബിലോങ്സ് ടു എച്ച്, അതായത് എച്ച് കോൺവെക്സ് ആണ്. അപ്പോൾ എവരി ഹൈപ്പർ പ്ലെയിൻ ഇൻ ആർ എൻ ഈസ് കോൺവെക്സ്. ദെൻ തിയറം 2, എവരി ഹാഫ് സ്പേസ് ഇൻ ഈസ് കോൺവെക്സ്. അതായത് ഒരു ഹൈപ്പർ പ്ലെയിൻ ഡിറ്റർമിൻ ചെയ്യുന്ന എല്ലാ ഹാഫ് സ്പേസും കോൺവെക്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഹൈപ്പർ പ്ലെയിൻ കോൺവെക്സ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹാഫ് സ്പേസ് കോൺവെക്സ് ആണെന്ന് പറയണം. അപ്പോൾ proof, let S is equal to set x1 x2 etc. xn belongs to Rn such that a1 x1 plus a2 x2 plus etc. plus an xn less than b. ലെസ് ദാൻ ബി എടുക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ലെസ് ദാൻ ബി ആണ് എടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. ഈസ് എ ഹാഫ് സ്പേസ് ഡിറ്റർമിൻഡ് ബൈ എ ഹൈപ്പർ പ്ലെയിൻ ഇൻ ആർ എൻ. ഏതൊരു ഹൈപ്പർ പ്ലെയിൻ വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഹാഫ് സ്പേസ് ആണ്. ദെൻ അതിൽ നേരത്തെ പോലെ തന്നെ 2 പോയിന്റ് എടുത്തു, എക്സും വൈയും എച്ചിലുണ്ട്. ഇത് രണ്ടും ആ ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ കൺസിഡർ ചെയ്യുക, നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ. ലാസ്റ്റ് നമുക്ക് a1 x1 plus a2 x2 etc. equal to കൺസിഡർ ചെയ്യേണ്ടത്. അതേപോലെ a1 ലാംഡ x1 plus 1 minus lambda y1 plus a2 ലാംഡ x2 plus 1 minus lambda y2 plus etc. plus an ലാംഡ xn plus 1 minus lambda yn കിട്ടും. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് ലാംഡയുടെ ടേംസ് ഒരുമിച്ചാക്കാം, 1 minus ലാംഡയുടെ ടേംസ് ഒരുമിച്ചാക്കാം. നമുക്ക് ലാംഡ പുറത്തെടുക്കുകയും 1 മൈനസ് ലാംഡ അതുപോലെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലാംഡ ബി പ്ലസ് 1 മൈനസ് ലാംഡ ബി എന്നുള്ള ഫോമിൽ എടുക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്, നമുക്ക് ലെസ് ദാൻ ആണ് വരിക അല്ലേ, ലെസ് ദാൻ ആണ് കേട്ടോ, ഈക്വൽ ടു അല്ല. ദിസ് ഇസ് ലെസ് ദാൻ ബി എന്ന് കിട്ടും. കാരണം a1 x1 plus a2 x2 plus etc. plus an xn ലെസ് ദാൻ ബി ആണ്. a1 y1 plus a2 y2 plus etc. an yn എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആണ്. ദാറ്റ് ഈസ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ബിലോങ്സ് ടു എച്ച്, which implies H is convex. Every half space determined by a hyperplane is convex. Okay. Then third theorem, the intersection of an arbitrary family of convex set is convex. Intersection of arbitrary family of convex set convex ആണെന്ന് പറയും. നമുക്ക് കുറേ കോൺവെക്സ് സെറ്റുകളുടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ 2 ഫാമിലീസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ആണെന്ന് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റ് കൺസിഡർ ചെയ്യണം. ലെറ്റ് കെ ആൽഫ എന്നുള്ളത് അതിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു ഐ ബി എ ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റ്സ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇൻ്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ കെ ആൽഫ ഈസ് കോൺവെക്സ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇൻ്റർസെക്ഷൻ
ഇങ്ങനെയുള്ള ഫാമിലികളുടെ യൂണിയൻ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇന്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ, കെ ആൽഫ ഈസ് കോൺവെക്സ് എന്ന് പ്രൂവ് ചെയ്യാണ്ട്. ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ഇന്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ, കെ ആൽഫ ആൻഡ് ലെറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ 1. അപ്പോൾ നമ്മൾ ഇന്റർസെക്ഷൻ കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇന്റർസെക്ഷനിലെ രണ്ട് എലമെന്റ്സ് എടുക്കണം. അപ്പോൾ ഇന്റർസെക്ഷനിൽ രണ്ട് എലമെന്റ്സ് എക്സും വൈ എടുത്തു, ലാംഡ എടുത്തു. അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ഇന്റർസെക്ഷൻ കെ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ബിലോങ്സ് ടു കെ ആൽഫ ആണല്ലോ. ഇന്റർസെക്ഷനിലുണ്ടെങ്കിൽ ഓരോ സെറ്റിലും ഉണ്ടാവും. ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഐ. ഇനി ഓരോ സെറ്റിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കെ ആൽഫ കോൺവെക്സ് ആണല്ലോ, കെ ആൽഫ കോൺവെക്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സെറ്റിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റർസെക്ഷനിലുണ്ട്, എക്സ് വൈ ഇന്റർസെക്ഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് എല്ലാ കെ ആൽഫയിലും ഉണ്ടാകും. എല്ലാ കെ ആൽഫയിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ കെ ആൽഫയിൽ ഉണ്ടാവുമല്ലോ, കാരണം കെ ആൽഫകൾ കോൺവെക്സ് ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഐ. അപ്പോൾ എല്ലാ കെ ആൽഫയ്ക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ആ ലൈൻ സെഗ്മെന്റ് ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് ജോയിൻ ചെയ്യുന്ന ആ സെഗ്മെന്റ് ആ കെ ആൽഫയിൽ തന്നെ ഉള്ളത് കൊണ്ട് എല്ലാ സെറ്റിലും ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇന്റർസെക്ഷനിൽ ഉണ്ടാകും. ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ബിലോങ്സ് ടു ഇന്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ കെ ആൽഫ, which implies intersection alpha belongs to I, K alpha is convex. എല്ലാത്തിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ലീനിയർ കോമ്പിനേഷനിലും അതിലുണ്ട് എന്നുള്ള പ്രൂഫായി, ദാറ്റ് ഈസ് കോൺവെക്സ് ആണെന്ന് കിട്ടി. That is the intersection of an arbitrary family of convex set is convex. Okay. Thank you.